എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും എന്നുള്ള നിലയിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ മുൻപും ചെയ്തിട്ടുള്ളത്, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആര് എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങൾ എൻ്റെ ഇതൊക്കെ നോക്കിയിട്ടുണ്ടോ? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. രാജ്യസഭ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ഈ മാധ്യമ പ്രവർത്തകര് കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം. പിന്നെ എങ്ങനെയാ കാലാവധി കഴിഞ്ഞ ഒരാളെ എങ്ങനെയാ മന്ത്രിസഭയിലെടുക്കുക? അത് ശരി. അതായത് 6 മാസത്തിനകം മന്ത്രിയാക്കിയിട്ട്, അല്ല 6 മാസത്തിനകം അംഗമാക്കാൻ വേണ്ടിയിട്ട് ഒരാളെ മന്ത്രിയാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് കേരളത്തിന് പ്രാതിനിധ്യമില്ലാതിരുന്ന ഘട്ടങ്ങളിലാണ്. ശ്രീ അൽഫോൺസ് കണ്ണന്താനം കേരളത്തിൽ നിന്ന് BJPയുടെ മന്ത്രിസഭകളിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഒ രാജഗോപാൽ, അദ്ദേഹം MP ആയിരുന്നു. MP ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തെ ആക്കിയത്. ഞാൻ MP ആയിരുന്ന സമയത്താണ് എന്നെ ആക്കിയത്. ഞാൻ ഒരേ ഒരു MP ആയിരുന്നു അന്ന്, കഴിഞ്ഞ 2019. അൽഫോൺസ് കണ്ണന്താനമാണ് MP അല്ലാതെ മന്ത്രിയായി പിന്നീട് അദ്ദേഹത്തെ MP ആക്കി. കാരണം അന്ന് കേരളത്തിൽ നിന്ന് ആരും പ്രതിനിധികളായിട്ട് രാജ്യസഭയിലോ ലോക്സഭയിലോ ഇല്ലേ. ഇന്നതല്ല, ഇന്ന് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി. അതുകൊണ്ട് കേരളത്തിന് പ്രാതിനിധ്യം കിട്ടുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ആലോചിക്കാൻ പറ്റും. അത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയിലൂടെയാണ് കേരളത്തിൽ പ്രാതിനിധ്യം കിട്ടേണ്ടത്. അത് കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്നില്ലേ, ഞാനല്ലല്ലോ ഇതൊന്നും. ഒന്നാമത്തെ കാര്യം, ഡൽഹിയിൽ ഒരാളും ദേശീയ നേതൃത്വത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഒരാളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മാധ്യമങ്ങളോടല്ല എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ മാധ്യമപ്രവർത്തകർ, നിങ്ങൾക്ക് എന്തായാലും 10-16 പേജ് എന്തെങ്കിലും എഴുതി തീർക്കണമല്ലോ. പിന്നെ 24 മണിക്കൂർ വാർത്താ ചാനലുകൾ നടത്തുന്ന ആളുകൾക്ക് 24 മണിക്കൂർ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പുതിയ വാർത്ത കിട്ടണം. അത് നിങ്ങളുടെ ഉപജീവനത്തിന്റെ പ്രശ്നമാണ്. അത് എനിക്ക് പരാതിയില്ല അക്കാര്യത്തിൽ. പക്ഷേ അതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുണ്ടാക്കിയ വാർത്തയെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിക്കുക, അത് നിങ്ങൾ തന്നെ മറുപടി പറയും കണ്ടെത്തും. അതെ, അല്ല തീർച്ചയായിട്ടും 19%, 19.5% എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 19.5%, 20%-ത്തിനടുത്ത് വോട്ട് കിട്ടിയിട്ടുള്ള അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം മാറിയിട്ടുണ്ട്. ആ നേട്ടങ്ങൾ കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യാനും കൂടുതൽ മേഖലകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്വാധീനം വ്യാപിപ്പിക്കാനും തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാവും. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും. ഇപ്പോൾ തൽക്കാലം മന്ത്രിസഭാ രൂപീകരണമല്ലാതെ ഫലപ്രഖ്യാപനം വന്നു, മന്ത്രിസഭാ രൂപീകരണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും പാർട്ടി ആ ഒരു ഇതിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.